പൂട്ടിക്കിടന്നിരുന്ന റേഷൻ കട പൂട്ടുപൊളിച്ച് പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പോലീസുമായി വാക്കേറ്റവും നടന്നു. മുള്ളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂരിൽ KM അബ്ദുൾ ഗഫൂറിന്റെ 237 ലൈസൻസി നമ്പറായിട്ടുള്ള റേഷൻ കടയാണ് തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസർ PR ജയചന്ദ്രൻ, തലപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസർ VU മധുസൂദനൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി പൂട്ടുപൊളിച്ച് നടപടികൾ സ്വീകരിച്ച് സീൽ ചെയ്തത്. പൂട്ടുപൊളിച്ച് പരിശോധന നടത്തി അരിയും ഗോതമ്പും മറ്റു സാധനങ്ങളും ലോറിയിൽ കയറ്റിക്കൊണ്ടുപോവുകയും ചെയ്തു. വിവരമറിഞ്ഞ് തലപ്പള്ളി താലൂക്ക് റേഷൻ വ്യാപാരി സംഘടന പ്രസിഡന്റ് സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥരുടെ നടപടി ചോദ്യം ചെയ്തു. സപ്ലൈ ഓഫീസറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് തലപ്പള്ളി താലൂക്കിലെ റേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു. ഈ മാസം 8-ാം തീയതിയാണ് അബ്ദുൾ ഗഫൂറിന്റെ റേഷൻ കടയിൽ കൃത്രിമം നടന്നുവെന്നാരോപിച്ച് പരിശോധന നടത്തിയത്. ഇതിനെതിരെ റേഷൻ വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടാകുന്നതിന് മുൻപാണ് ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ നടപടിയെന്ന് തലപ്പള്ളി താലൂക്ക് റേഷൻ വ്യാപാരി പ്രസിഡന്റ് K. സേതുമാധവൻ, സെക്രട്ടറി സെബാസ്റ്റ്യൻ കൊച്ചേരി എന്നിവർ പറഞ്ഞു. അതേസമയം സസ്പെൻഡ് ചെയ്യപ്പെട്ട റേഷൻ കടയിലെ പരിധിയിൽപ്പെടുന്ന കുടുംബങ്ങൾക്ക് മുള്ളൂർക്കര പഞ്ചായത്തിലെ ഏത് റേഷൻ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസർ PR ജയചന്ദ്രൻ അറിയിച്ചു. ഈ റേഷൻ കട ഇവിടെ പൂട്ടിയിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജില്ലാ സപ്ലൈ ഓഫീസറുടെ അമിതമായിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ റേഷൻ വ്യാപാരികളെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഭാവി പരിപാടി എന്താ നിങ്ങളുടെ? ഭാവി പരിപാടി ഇത് ഇപ്പോൾ സമയം തന്നെ 1 മണി ആയിട്ടുണ്ട്. ഈ 1 മണിക്ക് 12 മണി തൊട്ട് 4 മണി വരെ റേഷൻ കട ഒഴിവ് സമയമാണ്. ആ ഒഴിവ് സമയത്ത് വന്നിട്ട് റേഷൻ വ്യാപാരിക്ക് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ഈ 4 മണിക്ക് മുമ്പേ വന്നിട്ട് ചെയ്യുന്നത് മറ്റൊരു നിയമവിരുദ്ധ നടപടിയാണ്. പോലീസിനെ ഉപയോഗിച്ച് ചെയ്യാൻ കൊടുത്ത് മറ്റൊരു നിയമവിരുദ്ധ നടപടിയാണ്. ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ ഇതിനെ പ്രതികരിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് 4 മണി മുതൽ തലപ്പള്ളി താലൂക്കിലെ റേഷൻ കടകൾ മുഴുവൻ അടച്ചിടും. എല്ലാ റേഷൻ കടകളും ഇയാൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ട് സസ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ കൂടിയ മതിയായിക്കോട്ടെ. റിട്ടയർ ചെയ്യാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ള ഇയാൾ കൈക്കൂലിയുടെ ഹെഡ് ഓഫീസാണ്. അത് നടക്കില്ല എന്നുള്ള തോന്നലുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഈ ഗഫൂർ പൈസ ഒന്നും കൊടുക്കില്ല. അല്ല, ഈ റേഷൻ കാർഡ് ഇതിന്റെ മുമ്പ് ഇങ്ങനെ അടയ്ക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മുൻപ് ഇത് തന്നിട്ടല്ലേ? അപ്പൊ നിങ്ങൾ ഭാവി പരിപാടികളൊന്നും നോക്കിയില്ലേ? ഞങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ട്. കോടതിയുടെ വിധി നമുക്ക് മിഠായി മേടിച്ചുകൊണ്ട് പറ്റില്ല. കോടതി ആ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയിട്ട് കോടതിയിൽ ഇയാൾക്കെതിരായിട്ട് എന്തെങ്കിലും വിധി വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് ഇപ്പം ഇന്ന് വന്നിട്ട് ചെയ്യണം.